ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ചില ദിവസങ്ങൾ ചില ചെറിയ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ തിരക്കിലായതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവ് ഉണ്ടാകുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങളായിട്ടൊരു വചനം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വചനം എവിടെയാണെന്ന് പരിശോധിച്ചു. ഹഗ്ഗായിയുടെ പ്രവചനത്തിലാണ് ആ ദൈവവചനം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വചനം പരിശോധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നത്. അത് ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച്, അതായത് അവിടെ ഉണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലക്കിൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? ഹഗ്ഗായി പ്രവാചകൻ പുരോഹിതന്മാരോട് ചോദിക്കുന്നതാണ്. അപ്പോൾ പുരോഹിതന്മാർ ഇല്ല എന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, കോരശ് എന്ന് പറയുന്ന രാജാവിൻ്റെ മനസ്സ് ദൈവം ഉണർത്തുകയും ബാബേലിൽ നിന്ന് അടിമകളായിട്ട് പ്രവാസികളായിട്ട് കൊണ്ടുപോയ ആളുകളെ കോരശ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ബാബേലിലേക്ക് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടു വന്നിരിക്കുന്ന ആളുകൾക്ക് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മടങ്ങിപ്പോകാമെന്ന് കോരശ് രാജാവ് ഒരു ഉത്തരവ് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അടിമകളായിട്ട് പിടിക്കപ്പെട്ടു പോയിരുന്നവർ 70 വർഷം കൊണ്ട് അവരെ വീട് കെട്ടി അവിടെ തലമുറകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഈ കോരശ് രാജാവിന്റെ ഉത്തരവ് വന്നപ്പോൾ ഫസ്റ്റ് ഒരു യാത്ര പുറപ്പെടുന്നത് സെരൂബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടമാണ്. അങ്ങനെ സെരൂബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യെരൂശലേമിൽ വന്ന് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദൈവാലയത്തിന്റെ പണി അവർ ആരംഭിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ചില എതിർപ്പുകളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ആ പണിയെല്ലാം വിട്ട് അവർ സ്വന്തം വീടുകൾ പണിയുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ പ്രവാചകൻ അവരുടെ മനസ്സ് ഉണർത്തുകയാണ്. അവിടെ പുരോഹിതന്മാരും അതുപോലെ തന്നെ ഈ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ നിന്ന് വന്ന ആളുകളും ജനവും എല്ലാം അവിടെ ഉണ്ടെങ്കിലും യെരൂശലേം ദേവാലയത്തിന്റെ പണിയെല്ലാം വിട്ടുകളഞ്ഞ് അവരിപ്പോൾ സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ഹഗ്ഗായി പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കണം. ആ സമയത്ത് 3 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്: ഹഗ്ഗായി, സഖര്യാവ്, മലാഖി. അതിൽ ആദ്യമേ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് ഹഗ്ഗായി. അപ്പോൾ ഹഗ്ഗായി ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജനത്തോട് പുരോഹിതന്മാരോട് പ്രവചിക്കുകയാണ്, നിങ്ങൾ തട്ടിത്ത വീടുകളിൽ പാർക്കുവാൻ സമയമായോ? ദൈവത്തിന്റെ ആലയം ഇങ്ങനെ പണിയപ്പെടാതെ കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് എന്നിട്ടൊരു വർധന ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് നഷ്ടം തന്നെയല്ലേ സംഭവിക്കുന്നത്? എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി, അതിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി നിങ്ങൾ മനസ്സ് വെക്കുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഹഗ്ഗായി പ്രവാചകൻ അവരെ ഉത്സാഹിപ്പിക്കുന്നതും ഉണർത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പുരോഹിതന്മാരുടെ ഹഗ്ഗായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെരുബാബേലിനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ഹഗ്ഗായി പ്രവാചകനോട് പറയുന്നുണ്ട്. അത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സഖര്യാവ് മൂലം പറയുന്നുണ്ട്, ഹഗ്ഗായി മുഖാന്തരം പറയുന്നുണ്ട്, സെരുബാബേലെ ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരമാക്കും. അതുപോലെ തന്നെ സഖര്യാ പ്രവാചകൻ പറയുകയാണ്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, അതായത് ഈ ദൈവാലയ പണിക്ക് വിരോധമായിട്ട് ചില ആളുകൾ ചില ശത്രുക്കൾ എഴുന്നേറ്റ് വന്നു. അപ്പൊ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും അത് സെരുബാബേലിന്റെ മുമ്പിൽ സമഭൂമിയായിട്ട് തീരും. സെരുബാബേലെ നീ ധൈര്യപ്പെട്ട് പണിയുക, സൈന്യം കൊണ്ടോ ബലം കൊണ്ടോ ഒന്നല്ല ഈ ആലയം പണിയുന്നത്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറഞ്ഞ് സെരുബാബേലിനെ അവിടെ പ്രബോധിപ്പിക്കുന്നതൊക്കെ നമുക്ക് സഖര്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു അശുദ്ധി നിറഞ്ഞ ഒരു വസ്തു അത് പായസത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കളിലോ കൊണ്ടുവന്നാൽ, അതായത് ഫസ്റ്റിൽ ചോദിക്കുന്നത് ഒരു വിശുദ്ധിയുള്ള ഒരു മാംസം അത് എടുത്തിട്ട് വന്നിട്ട് അപ്പമോ അതിൻ്റെ ഒരു വസ്ത്രത്തിൽ അത് എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ കോന്തൽ കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തെ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? പുരോഹിതന്മാർ പറഞ്ഞു, വിശുദ്ധമാകുകയില്ല. അപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് മറ്റൊന്നിലേക്ക് വ്യക്തിപരമായിട്ട് പകരപ്പെടുന്നില്ല. എന്നിട്ട് അടുത്ത ചോദ്യം,
എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ? അതായത് ഒരു ശവത്തിൽ തൊട്ടിട്ട് അശുദ്ധിയോടുകൂടി വന്ന ഒരുവൻ ഈ പായസത്തിലോ അപ്പത്തിലോ വീഞ്ഞിലോ ഒക്കെ തൊട്ടുപോയാൽ അത് അശുദ്ധമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അശുദ്ധമാകുമെന്ന് പുരോഹിതന്മാർ പറയുകയാണ്. അപ്പോൾ ഹഗായി പറയുകയാണ്, ഈ ജനവും ഈ ജാതിയും അങ്ങനെ തന്നെ എന്ന്. ഞാൻ ഈ നാളുകളിൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഭൂതങ്ങളെ പുറത്താക്കുക, പിശാചി ബാധിച്ചവരെ സുഖമാക്കുക, മന്ത്രവാദികളെ തുരത്തുക, മന്ത്രവാദികളെ മുറിയടിക്കുക, അവരുടെ ആ മന്ത്രവാദ കെട്ടുകളെ പൊട്ടിക്കുക. എൻ്റെ നെടുനാളായിട്ടുള്ള പ്രാർത്ഥനയാണ്, അനേകം നാളുകളായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയാണത്. ചില കാര്യങ്ങൾ അതിൽ ദൈവം എനിക്ക് കൃപ തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരികയും ആ ഒരു ഗിഫ്റ്റ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വരുന്നത് കാണുവാനൊക്കെ ദൈവം ഈ നാളുകളിൽ എനിക്കിടയാക്കി. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായ ഒരു കാര്യമല്ല, അനേക വർഷങ്ങളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ ചില മാസങ്ങളായിട്ട് എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അതിനകത്ത് ദൈവം ഒരു ആരംഭം തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരുന്നു. വലിയ സന്തോഷം ആ നിലയിൽ ദൈവം എനിക്ക് നൽകുകയുണ്ടായി. കാരണം ഒരു അശുദ്ധ ആത്മാവ് ബാധിച്ച ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അവനെ അതിൽ നിന്ന് ആ ഭൂതത്തെ പുറത്താക്കി കളയുക എന്നുള്ള ഒരു കാര്യം, അത് ചെറിയൊരു കാര്യമല്ല. അത് ഒരു ദൈവത്തിന്റെ കൃപാവരമാണ്. ദൈവത്തിന്റെ കൃപയാൽ അതങ്ങനെ ഒരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരുന്നു. ചില ആരംഭങ്ങൾ അതിൽ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അപ്പോൾ ഇവിടെ ഹഗായി പറയുന്ന ഒരു കാര്യം, അശുദ്ധി പകരപ്പെടും, വിശുദ്ധി പകരപ്പെടുന്നില്ല. ഞാൻ ചില സഭകളെ ഇവിടെയും കേരളത്തിലും തമിഴ്നാട്ടിലും ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഞാൻ അനേക സഭകളെ പോയിട്ടുണ്ട്, അനേക സഭകളിൽ പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ സഭകളിൽ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട്, അവരെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം, ഏതൊരു സഭയും ആ സഭയിലെ നേതൃത്വ നിര, അതായത് അതിലെ മൂപ്പൻ അല്ലെങ്കിൽ അതിലെ പാസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുരോഹിതൻ, അവരെ ആ ചുമതല വഹിക്കുന്ന ദൈവദാസൻ അദ്ദേഹം ഒരു ദ്രവ്യാഗ്രഹിയാണ് എങ്കിൽ ആ സഭയിലുള്ള മക്കൾ ഏറെക്കുറെ ആ ഒരു ദ്രവ്യാഗ്രഹമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ആ സഭയിലുള്ള പുരോഹിതനോ മൂപ്പനോ പാസ്റ്ററോ അദ്ദേഹം ഒരു ശുശ്രൂഷകനോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു വ്യഭിചാര കുറ്റത്തിൽ അല്ലെങ്കിൽ ഒരു വ്യഭിചാരത്തിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ താഴേക്കുള്ള ആളുകളും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവവചനത്തെ അഴിച്ചു പഠിപ്പിക്കുന്ന സഭകളെ അതിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ വിവാഹമോചനം, പുനർവിവാഹം, ഇതൊക്കെ അഴിച്ചു പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്, ചില നേതൃത്വങ്ങളും ഉണ്ട്. ഈ നേതൃത്വങ്ങളുള്ള സഭകളെ കുറിച്ച് പരിശോധിച്ച് നോക്കിക്കോ, അവിടെയും അത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വിവാഹമോചനം നടക്കുന്നു, പുനർവിവാഹം നടക്കുന്നു, അതെല്ലാം നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അശുദ്ധിയായ കാര്യങ്ങൾ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പകരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധി പകരപ്പെടുന്നില്ല. ഒരു ദൈവദാസൻ വളരെ കൃപയിലും വിശുദ്ധിയിലുമാണ് ശുശ്രൂഷ ചെയ്യുന്നത് എങ്കിൽ ആ വിശുദ്ധി തൻ്റെ സഭയിലുള്ള വ്യക്തികളിലേക്ക് അത് പകരപ്പെടുന്നില്ല. പക്ഷെ അശുദ്ധി ഉള്ളവർക്ക് അധികം നാൾ ആ സഭയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവർ പുറത്തു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സഭാ നേതൃത്വത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം വെളിച്ചമാകുന്നു. നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം ഉണ്ടാകുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായി അത് ശക്തി പ്രാപിക്കുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വാഴുമ്പോൾ അശുദ്ധാത്മാക്കളെ നമുക്ക് തുരത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധി ഇല്ലാതെ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോയാൽ അത് വിജയിക്കുകയില്ല, അശുദ്ധി നീങ്ങിപ്പോവുകയില്ല. ഇന്ന് ഈ നാളുകളിൽ ഞാനൊരു സർവേ പോലെ ഇങ്ങനെ എല്ലാം പരിശോധിച്ച്, അനേക സഭകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ കടഭാരമുള്ള ചില സഭകൾ, അതായത് ആ സഭയിലെ മൂപ്പന് അല്ലെങ്കിൽ പാസ്റ്റർക്ക് വലിയ കടമുണ്ടെങ്കിൽ ആ സഭയിലുള്ള അനേക വിശ്വാസികൾക്കും കടക്കാരായിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ആ കടത്തിൽ നിന്ന് അവർ പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഹിതമല്ലാത്ത കാര്യങ്ങളെല്ലാം പകരപ്പെടുകയും എന്നാൽ വിശുദ്ധി പകരപ്പെടാത്ത ഒന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ നാടുകളിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു വിശുദ്ധിക്കായിട്ട് കാക്ഷിക്കുന്നോ? വിശുദ്ധി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല. അതിനുള്ള ഒരു ആഗ്രഹം, അതിനുള്ള ഒരു വാഞ്ച, അതിനുള്ള ഒരു താഴ്മ, അതിനുള്ള ഒരു പ്രാർത്ഥന, ഒരു അപേക്ഷ. എൻ്റെ കർത്താവേ, നിന്റെ നാമം ഞാൻ മുഖാന്തരം ദുഷിക്കപ്പെടരുത്, നിന്റെ നാമം ഞാൻ മുഖാന്തരം അപമാനിക്കപ്പെടരുത് എന്ന് നീ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമുക്ക് നമ്മൾ പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് നാം നടക്കുമ്പോൾ നമുക്ക് ആ വിശുദ്ധിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
വിശുദ്ധി നമുക്ക് ദൈവത്തിന്റെ ഒരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുകയും നമ്മിലേക്ക് വിശുദ്ധി ദൈവത്തിൽ നിന്ന് പകരപ്പെടുകയും ചെയ്യും. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാനും അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനും അത് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഒരു അശുദ്ധിയിൽ തുടരുന്ന സഭയിലുള്ള യിൽ ഇരിക്കുന്ന ഒരു പാസ്റ്ററുള്ള ഒരു സഭയിലാണോ നീ തുടരുന്നത്? തീർച്ചയായിട്ടും അശുദ്ധി നിന്നെ ബാധിക്കുവാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അത് പകരപ്പെടുന്ന ഒന്നാണ്. കാരണം നീ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ പാസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്താൽ എന്താണ്, എനിക്ക് കുഴപ്പമെന്ന് നീ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു സഭയെ നീ തേടുമെങ്കിൽ, വിശുദ്ധിയിൽ വസിക്കുന്ന ഒരു ദൈവദാസനെ, ദൈവികമായ ഒരു നേതൃത്വത്തെ നീ അന്വേഷിക്കുമെങ്കിൽ ദൈവം നിന്നെ ആ നിലയിലേക്ക് വഴി നടത്തും. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കാൻ നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാനും അതിനായിട്ട് വളരെ വാഞ്ചിക്കുകയും അതിനായിട്ട് ആഗ്രഹിക്കുകയും അതിലൂടെ മുന്നേറുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുവനാണ്. ഇനി ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അതിലേക്ക് നടത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ അത് കാരണമായിട്ട് തീരട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ തലമുറയിൽ ദൈവമേ വളരെ പാപം നിറഞ്ഞ, വളരെ വ്യഭിചാരവും ദോഷവും നിറഞ്ഞ ഈ തലമുറയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, അടയാളങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ് തിരയുന്ന ഈ തലമുറയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, നീ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മനുഷ്യന്റെ ഹൃദയങ്ങളെ നോക്കുന്നു. കർത്താവെ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി പുറപ്പെട്ടു വരുന്നു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കർത്താവിന് ഇരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ കർത്താവിന് വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ. ആ ഒരു കർത്താവെ അതിപരിശുദ്ധ സ്ഥലത്ത് ആ പരിശുദ്ധൻ 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 എന്ന ഒരു മണി മുഴക്കാൻ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ, ഞങ്ങളുടെ ആലയങ്ങളിൽ അതുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും, വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും സഹായിക്കണമേ കർത്താവെ. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ അങ്ങ് സഹായിക്കണമേ കർത്താവെ. അനേക ദൈവദാസന്മാരെ കർത്താവ് കാത്തുകൊള്ളണമേ. അശുദ്ധിയിൽ വീഴാതെ, ദൈവകൃപയിൽ നിന്ന് വീണു പോകാതെ അങ്ങ് സൂക്ഷിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.